Module 2 Types of Inventory Control. പല മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് വൺ is എയർ ട്രാൻസ്പോർട്ടേഷൻ. When goods are transported by air, the modes of transport is called airways. The movement of passengers and cargo by aircraft such as aeroplanes and helicopters. This mode of transport is the newest and the least preferred mode, especially for domestic purpose. അപ്പോൾ എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ ത്രൂ എയർ യൂസിങ് എയ്റോപ്ലെയിൻ ആൻഡ് ഹെലികോപ്റ്റേഴ്സ്. അപ്പോൾ എയർവേസിലുള്ള ഈ ട്രാൻസ്പോർട്ടിനെയാണ് എയർവേസ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ ഇറ്റ് ഈസ് ന്യൂവസ്റ്റ് മോഡ് ബട്ട് ലീസ്റ്റ് പ്രിഫേർഡ് മോഡാണ്. ഓക്കെ, പുതിയ മെത്തേഡാണ്, പക്ഷേ അധികം പ്രിഫേർഡ് അല്ല. ബിക്കോസ് ഓഫ് കോസ്റ്റ് വരാം, ഹൈ കോസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ അതിന് ഡിലേയ്സ് കൂടുതൽ വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ലീസ്റ്റ് പ്രിഫേർഡ് മോഡാണ്. ദെൻ ഇറ്റ് ഹാസ് നോ ഫിസിക്കൽ ബാരിയേഴ്സ് ആസ് ഇൻ ദ കേസ് ഓഫ് അതർ മോഡ്സ് ഓഫ് ട്രാൻസ്പോർട്ട്സ്. ഫിസിക്കൽ ബാരിയർ എന്ന് പറയുമ്പോൾ അവിടെ ട്രാഫിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല ഇവിടെ. മേജർ അഡ്വാൻറ്റേജസ് സ്പീഡ് ആൻഡ് ഹൈ കോസ്റ്റ്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സ്പീഡി ട്രാൻസ്പോർട്ടാണ്, പക്ഷേ ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിസഡ്വാൻറ്റേജാണ്. ഹൈ കോസ്റ്റാണ് ഇതിന് വരുന്നത്. The high cost of transport can be traded off for high speed, which allows other elements of logistical design, such as warehousing, inventory to be reduced, then eliminated. അപ്പോൾ കോസ്റ്റ് കൂടുതലാണ് എന്നുണ്ടെങ്കിലും മറ്റുള്ള കുറച്ച് എക്സ്പെൻസസിനെ ഇത് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. അതായത് വേഗം എത്തിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ വെയർഹൗസിംഗ് ഫെസിലിറ്റീസിൻ്റെ ആവശ്യം വരുന്നില്ല. കറക്റ്റ് ടൈമിൽ ഡെലിവറി ചെയ്യുന്നത് കൊണ്ട് വെയർഹൗസിംഗ് ഫെസിലിറ്റിയുടെ ആവശ്യം വരുന്നില്ല. ദെൻ മറ്റുള്ള ലോജിസ്റ്റിക്കൽ ആക്ടിവിറ്റീസിനെ ഇത് ഫാസ്റ്റ് ആക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ. ഓക്കെ, നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഹൈ സ്പീഡ്. ഇറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ആൻഡ് ദെർഫോർ സ്യൂട്ടബിൾ ഫോർ ക്യാരേജ് ഓഫ് ഗുഡ്സ് ഓവർ ലോങ് ഡിസ്റ്റൻസസ്. ഏറ്റവും ഫാസ്റ്റസ്റ്റ് മോഡാണ്. ഏറ്റവും ലോങ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്യാൻ പറ്റിയ ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. ദെൻ ഇറ്റ് റിക്വയർസ് ലെസ് ടൈം കൺസംഷൻ കുറവാണ്. Then quick service air transport provides comfortable, efficient and quick transport services. അപ്പോൾ ക്വിക്ക് സർവീസ് എയർ ട്രാൻസ്പോർട്ടുകളുണ്ട്, അത് കൂടുതൽ കൺവീനിയൻ്റ് ആണ്. അതുപോലെ ക്വിക്കായിട്ട് നമ്മൾക്ക് പ്രോഡക്റ്റ്സ് എത്തിക്കാനായിട്ടും എഫിഷ്യൻ്റായിട്ട് ഡെലിവറി ചെയ്യാനായിട്ടും സാധിക്കുന്നു. ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് എ ബെസ്റ്റ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് ഫോർ ട്രാൻസ്പോർട്ടിംഗ് പെറിഷബിൾ ഗുഡ്സ്. പെറിഷബിൾ ഗുഡ്സ് ആയിട്ടുള്ള ഐറ്റംസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതലായിട്ട് മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റുന്നത്, അത് ഡാമേജ് ഒന്നും കൂടാതെ തന്നെ എഫിഷ്യൻ്റായിട്ട് എഫക്റ്റീവായിട്ട് ഡെലിവറി ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മോഡ്, അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ് എന്ന് പറയുന്നത് ഈ പറയുന്ന എയർ ട്രാൻസ്പോർട്ടാണ്. നെക്സ്റ്റ് വരുന്ന അഡ്വാൻറ്റേജ് നോ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ്. എയർ ട്രാൻസ്പോർട്ട് ഡസ് നോട്ട് ഗീവ് എംഫസൈസ് ഓൺ കൺസ്ട്രക്ഷൻ ഓഫ് ട്രാക്സ് ലൈക്ക് റെയിൽവേസ്, ആസ് നോ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ സർഫേസ് ട്രാക്ക് is needed. Then it is less costly mode of transport. അപ്പോൾ സർഫേസ്, അതായത് അതിന് മൂവ് ചെയ്യാനുള്ള ട്രാക്കുകളോ ഒന്നും ഇതിൽ നിർമ്മിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ കൺസ്ട്രക്ഷൻ ഒന്നും വേണ്ട. ഓക്കെ, റെയിൽവേസ് പോലുള്ള ട്രാൻസ്പോർട്ടേഷൻ മോഡ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവ് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷനാണ് എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. Then easy access. Air transport is regarded as only means of transport in those areas which are not easily accessible to other modes of transport. It is therefore accessible to all areas regardless of obstruction of land. അപ്പോൾ ലാൻഡിൻ്റെ കൺസ്ട്രെയിൻസ് ഇവിടെ വരുന്നില്ല. കാരണം ഏതൊരു വെഹിക്കിളിനും റീച്ച് ചെയ്യാൻ പറ്റാത്ത ഏരിയാസിലും ഹെലികോപ്റ്റേഴ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന എയ്റോപ്ലെയിൻസോ വഴി നമ്മൾക്ക് ഗുഡ്സ് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അവിടെ ലാൻഡിൽ വരുന്ന റെസ്ട്രിക്ഷൻസ് ഒന്നും അല്ലെങ്കിൽ ഒബ്സ്റ്റക്കിൾസ് ഒന്നും ഇവിടെ വരുന്നില്ല. നോ ഫിസിക്കൽ ബാരിയേഴ്സ്. എയർ ട്രാൻസ്പോർട്ട് ഇസ് ഫ്രീ ഫ്രം ഫിസിക്കൽ ബാരിയേഴ്സ് ബിക്കോസ് ഇറ്റ് ഫോളോസ് ദ ഷോർട്ടസ്റ്റ് ആൻഡ് ഡയറക്റ്റ് റൂട്ട്സ് വെർ സീസ്, മൗണ്ടെയ്ൻസ് ആൻഡ് ഫോറസ്റ്റ് ഡു നോട്ട് ഒബ്സ്ട്രക്റ്റ്. അപ്പോൾ ഫിസിക്കൽ ബാരിയർ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വാട്ടർ വേസിലോ അങ്ങനെയൊന്നും നമ്മൾക്ക് അവിടെ ഒബ്സ്റ്റക്കിൾസ് വരുന്നില്ല. അതിന് തടസ്സമായിട്ട് മൗണ്ടെയ്ൻസോ ഫോറസ്റ്റുകളോ അങ്ങനെ റോഡിൽ വരുന്ന ട്രാഫിക്കുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ വരുന്നില്ല. ഫിസിക്കൽ ബാരിയേഴ്സ് ഒന്നുമില്ല. അത് ഫ്രീലി മൂവ്മെൻറ്റ്, ഏറ്റവും ഷോർട്ടസ്റ്റ് റൂട്ടിലൂടെ ഡയറക്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് ഇവിടെ സാധ്യമാകുന്നുണ്ട്. ദെൻ
Natural routes. Aircraft travels to any place without any natural obstacles or barriers because the custom formalities are compiled very quickly. It avoids delay in obtaining clearances. അപ്പോൾ റെഗുലർ റൂട്ട്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നാച്ചുറൽ അവർ ഡെയിലി മൂവ് ചെയ്യുന്ന റൂട്ട്സ് ആയതുകൊണ്ട് തന്നെ അവിടെ ക്ലിയറൻസിന് വരുന്ന ഒബ്സ്റ്റക്കിൾസ് ഒന്നും വരുന്നില്ല. ഓക്കെ, ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് പോകാനായിട്ടുള്ള ഫോർമാലിറ്റീസൊക്കെ പെട്ടെന്ന് തന്നെ ഫിനിഷ് ചെയ്യാനായിട്ട് എയർവേസിലെ ട്രാൻസ്പോർട്ടിലൂടെ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ്, നാഷണൽ ഡിഫെൻസസ്. ഇറ്റ് പ്ലേസ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ നാഷണൽ ഡിഫെൻസ് ഓഫ് എ കൺട്രി ബിക്കോസ് മോഡേൺ വാർ ആർ conducted with the help of aeroplanes. Airways has upper hand and destroying the enemy in a shortest period. അപ്പോൾ നാഷണൽ ഡിഫെൻസിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് നമ്മൾക്കറിയാം. ഇപ്പോൾ മോഡേൺ വാറുകൾ നടക്കുന്നത് എയറോപ്ലെയിൻസൊക്കെ ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, എയർവേസിലൂടെയുള്ള വാറുകളാണ് ഇപ്പോൾ കൂടുതലായിട്ട് നടക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ എനിമീസിനെ ലൊക്കേറ്റ് ചെയ്യാനും ലാൻഡിലൂടെ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ അതിലൂടെ കാണുന്ന എനിമീസിനെ ഡിറ്റക്റ്റ് ചെയ്യുന്നതിനേക്കാളും നമ്മൾക്ക് എയറോപ്ലെയിൻസിലൂടെ അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ടിലൂടെ പോകുമ്പോൾ പെട്ടെന്ന് എനിമീസിനെ ഡിറ്റക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡിസ്ട്രോയ് ചെയ്യാനും സാധിക്കും. Then there are some disadvantages of air transport. First one is risky. Air transport is most risky form of transport because minor accident may put a substantial loss to the good passengers and the crew. The chances of accidents are greater in comparison to other modes of transport. അപ്പോൾ ഫസ്റ്റ് ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആക്സിഡൻറ്റ്സ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിലൂടെ ഏറ്റവും കൂടുതൽ റിസ്കി ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നതും ഈ പറയുന്ന എയർ ട്രാൻസ്പോർട്ടാണ്. കാരണം അവിടെ ചെറിയൊരു ആക്സിഡൻറ്റ് പോലും അല്ലെങ്കിൽ ചെറിയൊരു മിസ്റ്റേക്ക് പോലും ആ ഫുൾ എയറോപ്ലെയിനിൽ കംപ്ലൈൻറ്റ് ഉണ്ടാക്കുകയും അതിലൂടെ അവിടെയുള്ള അതിൻ്റെ പാസഞ്ചേഴ്സിനും അതുപോലെ ക്രൂസിനും ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് വെരി കോസ്റ്റ്ലി. എയർ ട്രാൻസ്പോർട്ട് ഈസ് കൺസിഡേർഡ് കോസ്റ്റ്ലിയർ ആസ് കമ്പയർഡ് ടു അതർ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്. ദ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഓഫ് എയറോപ്ലെയിൻ ആർ ഹയർ ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് എ ഗ്രേറ്റർ ഡീൽ ഓഫ് എക്സ്പെൻഡിച്ചർ ഓൺ ദ കൺസ്ട്രക്ഷൻ ഓഫ് എയറോപ്ലെയിൻസ്. ദെൻ because of this reason, fare of air transport are high that common people can't afford it. അപ്പോൾ വെരി കോസ്റ്റ്ലി ആണ്. നമ്മൾക്കറിയാം മറ്റുള്ള മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയാണ് എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റും അതർ എക്സ്പെൻസസും വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഒരു കോമൺ മാന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് അല്ല എയർക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ദെൻ സ്മോൾ ക്യാരിയിങ് കപ്പാസിറ്റി. Aircraft have small carrying capacity and therefore these are not suitable for carrying bulky and cheaper goods. The load capacity can be increased and it found in case of rails. അപ്പോൾ ആസ് കമ്പയർഡ് ടു റെയിൽസ്, അതായത് ട്രെയിനുകളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് മറ്റുള്ള എല്ലാ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എയർ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഏറ്റവും സ്മോൾ ക്വാണ്ടിറ്റി മാത്രമേ നമ്മൾക്കതിൽ ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ. ചെറിയ ക്വാണ്ടിറ്റി ഗുഡ്സ് മാത്രമേ നമ്മൾക്കതിൽ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ട്രെയിനിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗുഡ്സ് കയറ്റുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ ക്യാരിയേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. എത്ര വേണമെങ്കിലും അതിൻ്റെ ബോഗീസ് നമ്മൾക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻ കേസ് ഓഫ് എയർ ട്രാൻസ്പോർട്ട് നമ്മൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, ദെൻ അൺറിലയബിൾ. Air transport is unreliable as it depends on the weather forecast. Normally, if the weather is not certain, the flight may got delayed. നമ്മൾക്കറിയാം വെതർ ഫോർകാസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ നാച്ചുറൽ ആയിട്ടുള്ള വെതർ എൻവയോൺമെൻറ്റൽ സ്റ്റേറ്റുകൾ നോക്കിയിട്ടാണ് നമ്മൾ പ്ലെയിൻസ് മൂവ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ക്ലൗഡി ആയിട്ടുള്ള സിറ്റുവേഷനുകളിലൊക്കെ നമ്മൾ എയർ ട്രാൻസ്പോർട്ട് മൂവ്മെൻറ്റ് വളരെ കുറവായിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇത് കുറച്ച് അൺറിലയബിൾ ആണ്, അതായത് ഡിലേ വരാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. മറ്റുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വെതർ ഫോർകാസ്റ്റ് വെച്ച് ഇത് മൂവ് ചെയ്യുന്നത് കൊണ്ട് അവിടെ വെതറിൽ വരുന്ന ചേഞ്ചസ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷന് മൂവ്മെൻറ്റ് ഇത് ഡിലേ ആക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഫുൾ എയർ ട്രാൻസ്പോർട്ടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസാണ് നമ്മളിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആൻഡ് അഡ്വാൻറ്റേജസ്. ഓക്കെ, താങ്ക് യു.